ഇനി വെയിലത്ത് വെക്കും കൊണ്ടുവന്നു. ഇപ്പൊ ചക്കയുടെ സമയമല്ലേ, ഇപ്പൊ നല്ല വെയിലും ഉണ്ട്. ചക്കയുടെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചക്കയുടെ പപ്പടം. അന്ന് ഞാൻ കേങ്ങിന്റെ പപ്പടം ഉണ്ടാക്കീന്. ചക്ക പപ്പടത്തിന് വേണ്ട ചേരുവയെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇത് നല്ല ചക്ക, വെക്ക ചക്ക. അതിനപ്പുറത്തെ വെള്ളം, മഞ്ഞപ്പൊടി, 4 കാന്താരി മുളക്, ഉപ്പ്, ചെറിയ ജീരകം, അപ്പച്ചമ്പ്. തീ പാങ്ങിൽ പറ്റി. ഇനി ഞാൻ അപ്പച്ചമ്പ് തീമാക്കുന്നു. എന്നിട്ട് ഇതിൽ ഞാൻ വെള്ളം കൂട്ടുന്നു. കുറച്ച് ചൂടാകുമ്പോ ചക്കയിലിടുന്നത്. വെള്ളം ചൂടാകുന്നുണ്ട്. ഒരു പാകത്തിന് വേകുമ്പോ വാങ്ങണം. ചക്ക തീമാച്ചിട്ട് 10 മിനിറ്റ് ആയി. ബന്ധു വെക്കുന്നു. ബന്ധു. ഇത് മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. നല്ല നിറം കാണുന്നുണ്ട് മഞ്ഞ. ചക്ക തണിയാൻ വെക്കുന്നു. ഒരു 5 മിനിറ്റ് തണിയാൻ വെക്കണം. എന്നിട്ടേ കടിയും കഴിയൂ. ചക്ക തണിഞ്ഞു. ഞാനെന്നെ കടിയുന്നു. വെള്ളം കൂട്ടിക്കൂടാ ഒട്ടും. നല്ല ചക്ക ആയതുകൊണ്ട് വെള്ളമേ ഇല്ല. ഇത് പാകത്തിന് ഉപ്പ്. ഇത് ചെറിയ ജീരകം. മഞ്ഞപ്പൊടി കുറച്ചേ ഉണ്ടോ. നല്ല മഞ്ഞ ചക്ക. കുറച്ച് എരിവിന് 2 കപ്പാറങ്ങളും ഇടുന്നു. കറിഞ്ഞിട്ട് പാങ്ങിലും ഒതിഞ്ഞു. ഇനി ബായിരുന്നു. ഇത് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കുറച്ച് കുഴക്കണം. പാങ്ങില് കൊഴഞ്ഞു. ഇനി ഞാൻ പരത്തുന്നു. ഇത് എണ്ണ തേക്കണം ആദ്യം തന്നെ. നല്ല ലഡുവിന്റെ വലുപ്പത്തില് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഇങ്ങനെ അമർക്കണം. ഇനി അധികം പണിയൊന്നുമില്ല. ഈ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോ നല്ല ഷേപ്പ് കിട്ടും. പറ്റിയിട്ടാകുമ്പോ ഇങ്ങനെ വെക്കണം. ഇനി ഇലയുടെ പാട് വരാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒരു അമർക്കണം. ഇനി വെയിലത്ത് വെക്കും കൊണ്ടുവന്നു. ഇനി വെയിലത്ത് വെക്കണം. ഇങ്ങനെ 3 ദിവസം വെയിലത്ത് വെക്കണം. അപ്പൊ നല്ല പാങ്ങിൽ ഉണങ്ങിയിട്ട് കിട്ടും നമുക്ക് ഇലയിന്ന്. ചക്ക പപ്പടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ പപ്പടാക്കിയിട്ട് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.